മലയാളം ഓക്കെ? ഞാൻ 1993 ഞാൻ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു പ്രൈവറ്റ് കമ്പനിയിൽ. അപ്പോൾ 1993 to 2005 വരെ 3-4 കമ്പനീസിൽ ഞാൻ വർക്ക് ചെയ്തു. മോർണിംഗ് 9 to ഈവനിങ് 9. അപ്പോൾ 9 to 9 മീൻസ് സ്ട്രെസ്ഫുൾ ആയിരുന്നു. എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ട് ഒരു വിസ അയച്ചെന്ന് ദുബായിന്ന്. ജോലിയൊന്നുമില്ല, ഓഫറൊന്നുമില്ല. As anybody, Keralites always wanted to go to Gulf, dream land. So that is how I landed in Dubai. So I did some groundwork. I got a job there in insurance broking firm in Dubai. His name is Continental Insurance Broker. So we were handling Zurich International, French Provident, Scottish Life and all. So there they had this mutual fund division. So to sell mutual fund in Dubai, I happened to take ARN in Dubai. I never know that if I come back from Dubai to India, I'll use this ARN to do this business. So it's happened just like that. 2007 I started my career in Dubai. 2010 36 months. I was there, my family was here, my wife is a banker, so she told, I cannot manage children, please come back. So even though I was getting good salary there, 1.5 lakhs, 2 lakhs salary, I left that job and landed in 2010 in Kerala. I joined, so that is the starting point of my career in mutual fund. I joined NJ, 3 or 6 months I worked with NJ, learned the basic lessons of how to do this business. I don't know, 15 years I was working into operations department. Sales, I don't know anything, ABCD of sales. So I was struggling. 2010, maybe 3-4 months, I just got the knack of how to talk to people, how to explain this. And that is how I got it. Every day I note down in my diary whom I will meet tomorrow. And in a bike, start the journey in the morning, meet 3 people. വെയിലത്ത് ഇങ്ങനെ പൊരിഞ്ഞ് ഈ വാച്ചിട്ട പോർഷൻ മാത്രം വൈറ്റ് ആയിരിക്കും, ബാക്കിയെല്ലാം ബ്ലാക്ക് ആണ്. എന്നുവെച്ചാൽ അത്രയും വെയിലത്ത് കറങ്ങി നടന്നിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഹൗ ഐ ലാൻഡഡ്. ആൻഡ് 2013 ഐ തോട്ട് വൈ നോട്ട്, മ്യൂച്വൽ ഫണ്ടിൽ ഇത്തിരി ഡൗൺ ഫേസ് വന്നു. ഐ ജോയിൻ വിത്ത് അനദർ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ ആൻഡ് സ്റ്റാർട്ടഡ് ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ. തിരുനെൽവേലി ഹൽവ സെല്ലിൽ സ്റ്റാർട്ട് ചെയ്തു. സോ ജസ്റ്റ് ഇമാജിൻ, I ventured into a space which is not known to me. അപ്പോ എടുത്ത് ചാടരുത്. എന്തെങ്കിലും നമ്മള് മ്യൂച്വൽ ഫണ്ട് തുടങ്ങി കുറച്ച് ബിസിനസ് ചെയ്തു. 2013 വിചാരിച്ചു ഫുഡ് ഡിസ്ട്രിബ്യൂഷനിൽ സ്റ്റാർട്ട് ചെയ്ത 100% പ്രോഫിറ്റ്. അതിന്റെ ABCD അറിയത്തില്ല, ഒന്നും തിങ്ക് ചെയ്തില്ല, എടുത്ത് ചാടി. ഞാനും അജിത്ത്, നിങ്ങൾ അറിയായിരിക്കും, ബ്ലൂ ചിപ്പിലൊക്കെ ഉണ്ടായിരുന്ന അജിത്ത് ഇപ്പൊ മണി ബേസിലുണ്ട്. ഞാനും അജിത്തും കൂടി തിരുനെൽവേലി ഹൽവ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. മാർക്കറ്റൊക്കെ പിടിച്ചു. പക്ഷെ നമുക്ക് അതിനെ കുറിച്ച് നിറ്റിക്കൃത്തി അറിയില്ല. നാഗർകോയിൽ നിന്ന് ഒരു കുക്കിനെ കൊണ്ടുവന്നു. ഒരു ദിവസം അയാളില്ലെങ്കിൽ കട ക്ലോസ് ചെയ്യണം. അങ്ങനെ അത് അവസാനം മ്യൂച്വൽ ഫണ്ടും ഇല്ല, ഈ ബിസിനസ്സും ഇല്ല. മ്യൂച്വൽ ഫണ്ടിൽ കിട്ടുന്ന കാശ് ഇതിൽ പോവായിരുന്നു. അവസാനം വായ്പ പറഞ്ഞു, മനുഷ്യ ഈ പരിപാടിക്ക് നിർത്തിയിട്ട് മ്യൂച്വൽ ഫണ്ടിനെ സ്റ്റാർട്ട് ചെയ്ത് അതിനെ കണ്ടിന്യൂ ചെയ്തു. സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ നിന്നാണ് ശരിക്കും എന്റെ ടേൺ അറൗണ്ട് തുടങ്ങിയത്. 3 ലക്ഷം രൂപ ലോസ് വന്നു. ഓട്ടോറിക്ഷ എടുത്തു, ഒരു സ്റ്റാഫിനെ എടുത്തു, എല്ലാം വിറ്റ് 6 മാസത്തിൽ വിറ്റ് നിർത്തി ബിസിനസ്. സത്യം പറഞ്ഞാൽ അതായിരുന്നു ടേൺ അറൗണ്ട്. സോ അന്ന് സ്റ്റാർട്ട് ചെയ്തത് ഭയങ്കര, അന്നാകെ 8 കോടിയായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഒരു 16 times എത്തിയപ്പോ ജസ്റ്റ് ബിക്കോസ് ഫെയിലർ in a business that resurrected me. This is the best business where your investment is just knowledge, spreading the knowledge, selling the right products and connecting with the people. And I'm happy because you have a lot of time to spare with the family, spend with family. And that is how I reached. And COVID was the game changer. എല്ലാവരും കൂടി കോവിഡ്, അതുവരെ ബാക്കില് എല്ലാ കമ്പനിയുടെയും ആപ്ലിക്കേഷൻ ഫോം ഉണ്ടാവും. ഒരു 5 കിലോ 6 കിലോ സാധനം ബാക്കിൽ ഉണ്ടാവും. അതുമായിട്ടാണ് പോണത്. കോവിഡ് വന്നപ്പോ എല്ലാം നമ്മുടെ ഡിജിറ്റലിലോട്ട് മാറി.
digital was the turning point, and I started using MF utilities, BSc, NSC, and softwares, and hired staff. Another turnaround. Biggest challenge, we have to invest in staff. When you invest in staff, you can scale up, you can reach anywhere, where level and passion, fire. I have to do more, I have to do more. That should be there. That fire to do more, that is what is driving me. Even still, I am just like that person who is in 2010 started അതേ എനർജി ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ചെറിയ എക്സൈറ്റ് വന്നാലും എന്ത് വന്നാലും ഞാൻ എന്റെ പുറകിൽ പോകും. പാഷനിങ്. എനിത്തിങ് യു ഡു വിത്ത് പാഷൻ ആൻഡ് ലവ്, the result will be success. This is my story. Thank you.